കരമുയർത്തി മനമുയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ യേശുവേ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ യേശുവേ യേശുവേ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മനമുയർത്തി സ്വരമുയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ യേശുവേ യേശുവേ, യേശുവേ 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 സ്തോത്രം. യേശുവേ നന്ദി കർത്താവേ. ഹല്ലേലൂയ. കരഞ്ഞപേക്ഷിക്കട്ടെ. ഹല്ലേലൂയ. ഓ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. കരങ്ങൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് ചേർന്ന് പാടാം. ഓ ദിവ്യകാരുണ്യമേ, സ്നേഹസാഗരമേ, നിത്യജീവൻ പാപിക്കു നൽകിയ യേശു തമ്പുരാനേ, പാപം ക്ഷമിച്ചും ജീവൻ വെടിഞ്ഞും സ്നേഹം ചൊരിഞ്ഞവനേ, നിന്നെ സ്തുതിക്കുന്നു, നിന്നെ നമിക്കുന്നു. ഓ ദിവ്യകാരുണ്യമേ, നിന്നെ സ്തുതിക്കുന്നു, നിന്നെ നമിക്കുന്നു. ഓ സ്നേഹകാരുണ്യമേ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദേവമാതാവേ, ദേവമാതാവേ, കൃപാസനത്തിലൂടെ കൃപാസനത്തോട് ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദേവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവത്തിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡന ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകൾ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധി ദൈവശക്തിയും കൈവരിക്കുവാൻ കൃപ നൽകണമേ. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിന് പ്രപഞ്ച പ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ
ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം വ്യക്തിപരമായ നിയോഗങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരണം. സ്തുതിയുടെ ഹല്ലേലൂയ. സ്തുതിയുടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ യേശുവേ യേശുവേ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിരാരോഗത്തിൽ കഴിയുന്നവര്, കടഭാരത്തിൽ കഴിയുന്നവര്, പരീക്ഷ എഴുതുന്ന മക്കള്, ജീവിത സങ്കടത്തിൽ കഴിയുന്നവര്, ഓരോ രോഗത്തിൽ കഴിയുന്നവര്, സദാനമില്ലാതെ വിഷമിക്കുന്നവര്, പ്രഗ്നൻസി കോംപ്ലിക്കേഷൻ ഉള്ളവര്, ക്യാൻസർ രോഗികള്, തൈറോയ്ഡ് രോഗികള്, എപ്പിലെപ്സി രോഗമുള്ളവരെ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹൃദയവാൽവ് തകരാറുള്ളവരെ, മൂത്രത്തിൽ പഴുപ്പുള്ളവരെ, യൂട്രസ് സംബന്ധമായ രോഗമുള്ളവരെ, വയറ് സംബന്ധമായ രോഗമുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൈകാലുകൾ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ പ്രാർത്ഥിക്കുന്നു. ന്യൂറോ രോഗികളെ പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം ബാധിച്ച മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജന്മനാ ബധിരതയുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സംസാര ശക്തി പോയി ഇല്ലാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ എപ്പോഴും ഇരുട്ടിനെ ഭയപ്പെടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സത്യറിയണമേ പ്രാർത്ഥിക്കുന്നു. കർത്താവിന് ആക്സിഡന്റ് മൂലം വിഷമിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആശുപത്രി കഴിയുന്നവരെ, വാർദ്ധക്യം പേരി കഴിയുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഒറ്റയ്ക്ക് താമസിക്കുന്നവരെ, സ്വന്തമായി ഭവനമില്ലാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ എല്ലാ മത്സ്യത്തൊഴിലാളികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മറ്റ് ബിസിനസ് ചെയ്യുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടൽ കായൽ മാർഗങ്ങളിൽ ജോലി ചെയ്യുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ പ്രാർത്ഥിക്കതായി സ്നേഹം കനിവാർന്നു പ്രാർത്ഥിക്കതായി സ്നേഹം അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ഞങ്ങളെയും ഈ ശുശ്രൂഷ അനേക സംസ്ഥാനങ്ങളിലും രാജ്യങ്ങളിലിരുന്ന പ്രാർത്ഥിച്ച് പങ്കെടുക്കുന്നവരെ ഞങ്ങളെല്ലാവരുടെയും എല്ലാ വിഷയങ്ങളിലും എല്ലാ വിശ്വാസത്തോടും കൂടി
പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. സമർപ്പിക്കുന്നു. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഇതര സംസ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് ശുശ്രൂഷ കൊള്ളുന്നവര്, വ്യത്യസ്തമായ ഭൂഖണ്ഡങ്ങളിൽ ഇരുന്നു കൊണ്ട് ശുശ്രൂഷയിൽ പങ്കുചേരുന്നവര്, യൂട്യൂബിലെയും ഫേസ്ബുക്കിലൂടെയും ശുശ്രൂഷയിൽ പങ്കുചേരുന്നവര്, അവരുടെ നിയോഗങ്ങള്, അവരുടെ ആവശ്യങ്ങള് സമർപ്പിക്കുന്നു. കൃപാസനായിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 പ്രാർത്ഥി. കർത്താവായ ദൈവമേ, ഈ ശുശ്രൂഷ ഞങ്ങളോടൊപ്പം കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും ഇരുന്ന ധ്യാനം കൂടുന്നവരെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഇന്ന് ലൈവ് കഴിഞ്ഞ് യൂട്യൂബിലൂടെയും രാത്രി പങ്കെടുക്കുന്നവരെ പ്രാർത്ഥിക്കുന്നവരെ അവർക്ക് ആശ്വാസവും അരുളപ്പാടും അനുഗ്രഹവും സൗഖ്യവും വിടുതലും ലഭിക്കുന്നതിനായി പൂർണ്ണമായി മാധ്യമങ്ങളെ ഈശോയ്ക്ക് അത് കൈകാര്യം ചെയ്യുന്നവരെ അത് ഉപയോഗിക്കുന്നവർ കർത്താവിന്റെ അടയാളങ്ങള് അനുഭവ സാക്ഷ്യങ്ങള് ഈശോയെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. പ്രാർത്ഥിക്കുന്ന ചേർന്ന് പാടാം. പരിശുദ്ധ കൃപാസന അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി. എൻ്റെ പേര് ബ്രിൻഡു വർഗീസ്. ഞാൻ കുമളി ഇടുക്കി ജില്ലയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ദേവാലയം എന്ന് പറയുന്നത് ഇടുക്കി കുമളി ലൂർദ് മാതാ ചർച്ചാണ്. അപ്പോൾ ഞാനിന്ന് ഇവിടെ നിൽക്കുന്ന അതീവ സന്തോഷത്തോടെയും എന്നാൽ വലിയൊരു പശ്ചാത്താപത്തിൻ്റെ ദുഃഖത്തിലുമാണ്. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഈ ഒരു വർഷക്കാലം വരെ തികഞ്ഞ മദ്യപാനിയും പുകവലിയും ഉള്ള ആളായിരുന്നു ഞാൻ. അതിൽ മാത്രം ആശ്രയിച്ച് പ്രാർത്ഥനയില്ല, ജീവിതമില്ല, സന്തോഷമില്ല, എപ്പോഴും സങ്കടം കൊടുത്തും മറ്റുള്ളവർക്ക് വെറുപ്പ്, അസൂയ, അങ്ങനെയുള്ള ജീവിതമായിട്ട് നടന്നവനായിരുന്നു ഞാൻ. ഒരു ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ 2017 മുതൽ 2023 അവസാനം വരെ എൻ്റെ ജീവിതം എന്ന് പറയുന്ന ഒരു കുത്തഴിഞ്ഞ ജീവിതമായിരുന്നു. ജീവിതത്തിൽ ഒരു മനുഷ്യൻ എങ്ങനെ, ഒരു മകൻ, ഒരു 28 വയസ്സുള്ള മകൻ എങ്ങനെയൊക്കെ നശിക്കാം, ആ രീതിയിൽ പുകവലിച്ചും കള്ളുകുടിച്ചും മദ്യപിച്ചും പ്രാർത്ഥനയില്ലാതെയും വളരെ ദേഷ്യപ്പെട്ടും വളരെ മുൻകോപത്തോടെയും ജീവിച്ചിരുന്ന മനുഷ്യനായിരുന്നു ഞാൻ. അതിനെ ഓർത്ത് എൻ്റെ അമ്മ എന്നും വേദനിച്ചിരുന്നു. ഒരു സമയത്ത് എൻ്റെ അമ്മ പറയുന്ന പോലും ഞാൻ എൻ്റെ മുറിക്കകത്തിരുന്ന് കേട്ടിട്ടുണ്ട്. എൻ്റെ ദൈവമേ, എനിക്ക് 2 മക്കളെ നീ തന്നു, അതിൽ ഈ ഒരു മകൻ ഇങ്ങനെയായിപ്പോയി, ഇതിൻ്റെ ഹിതമില്ലെങ്കിൽ എന്നെക്കൊണ്ട് കഴിയില്ല, ഇവനെ തിരിച്ച് നീ വിളിച്ചോ, അങ്ങനെ പറയുന്ന ഒരവസ്ഥയും കൂടെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം എനിക്ക് ഏറ്റവും വലിയൊരു മാറ്റം വന്നത് കൃപാസന ദേവാലയത്തിലാണ്. അത് ഞാൻ ഉറച്ച് ഈ മാതാവിൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ പ്രഖ്യാപിക്കുന്നു. കാരണം കൃപാസനത്തിൽ വന്ന് അന്നത്തെ ദിവസം തന്നെ ഞാൻ വന്നു. അമ്മയായിരുന്നു ശരിക്കും ഉടമ്പടി എടുക്കേണ്ടത്, പക്ഷേ എടുത്തത് ഞാനായിരുന്നു. ആ എടുത്ത് അന്ന് എൻ്റെ വീട്ടിൽ പോയ സമയത്ത് എൻ്റെ വീട് നിറച്ചു. ആദ്യത്തെ അത്ഭുതം കൃപാസന അമ്മ നൽകി. എൻ്റെ വീടും പരിസരവും എൻ്റെ മുറിയും ഓരോ സ്ഥലവും കൃപാസനത്തിൻ്റെ സുഗന്ധാഭിഷേകം കൊണ്ട് നിറഞ്ഞിരുന്നു. അന്നത്തെ ഒരു ദിവസം മുഴുവൻ ആ സുഗന്ധം അവിടെ നിന്നിരുന്നു. അന്നത്തെ ദിവസം വീട്ടിൽ കയറി 1 മണിക്കൂറിനുള്ളിൽ ഞാൻ ബാക്കി വെച്ചിരുന്ന വലിക്കാനുള്ള സിഗരറ്റും അതുപോലെ തന്നെ മദ്യവും പൂർണ്ണമായി ഉപേക്ഷിച്ചു. ഞാൻ എൻ്റെ അമ്മയുടെ കാലിൽ വീണു പറഞ്ഞു, ഇനി മേലിൽ എനിക്കിത് വേണ്ട, എൻ്റെ ജീവിതം എനിക്കിങ്ങനെ കൊണ്ടുപോകാൻ കഴിയില്ല, ഇനി മുന്നോട്ടൊരു ജീവിതം എനിക്ക് വേണം, എന്നെ വിശ്വസിക്കുക, ഇന്ന് മുതൽ എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞ് അത് മുഴുവൻ കളഞ്ഞ് ലൈറ്ററും എല്ലാ സാധനങ്ങളും കൊണ്ട് ഡിസ്പോസ് ചെയ്ത് വീണ്ടും പുതിയൊരു ജീവിതത്തിലേക്ക് ഞാൻ അന്ന് തന്നെ തുടർന്നു. അന്ന് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അത്ഭുതം നടക്കുന്നത്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ
ഇത് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തന്നു. പക്ഷേ ഞാൻ അതിൽ നിന്ന് വ്യതിചലിച്ച് അതിൻ്റെ അനുഗ്രഹം മറന്നൊരു വ്യക്തി കൂടിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ സന്തോഷിക്കുകയും പക്ഷേ പശ്ചാത്തപിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് കഴിഞ്ഞ് എനിക്കൊരു ജോലി ഇല്ലായിരുന്നു. ഇതിലേക്ക് ഇറങ്ങി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദേവാലയത്തിൽ പോകാൻ തുടങ്ങി, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ പത്രം കൊടുക്കാൻ പറഞ്ഞു. ഞാൻ എല്ലായിടത്തും കൊടുത്തു, ഓരോ വ്യക്തികളെ കൊടുത്തു. പലരും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മറ്റുള്ളവർ എനിക്കും തരാമോ, ഈ കൃപാസനത്തെക്കുറിച്ച് ഒന്ന് പറയാമോ, ഇതെന്താണെന്ന് ചോദിച്ച് എന്നോട് ഒന്നും രണ്ടും ഒരുമിച്ച് തന്നെ മേടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞാണ് ഞാൻ പ്രേക്ഷിത പ്രവർത്തനത്തിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, എന്നെക്കാളും വലിയൊരു ചേട്ടായി. ആ ചേട്ടായിയുടെ കൂടെ പോയി അനാഥരെ കാണുകയും രോഗികളെ കാണുകയും ഓൾഡ് ഏജിലുള്ളവരെയൊക്കെ പോയി സംരക്ഷിക്കുകയും ഒരു ദിവസം അവരുടെ കൂടെ ആയിരിക്കാനൊക്കെ ഞാൻ ശ്രമിക്കും. എല്ലാ ഞായറാഴ്ചകളിലും ശ്രമിക്കും. അതുപോലെ എൻ്റെ ദേവാലയത്തിലെ പ്രവർത്തനങ്ങൾക്ക് അംഗമാകുവാനും ജീസസ് യൂത്തും വിൻസെൻ്റ് പോളും ഇതിലെല്ലാം ഞാനിപ്പോൾ ഉള്ളൊരു അംഗമാണ്. ഇതിലെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. ഏത് കാര്യത്തിലും പ്രാർത്ഥനയ്ക്ക് മുൻതൂക്കം കൊടുക്കാൻ എനിക്ക് സാധിച്ചു. അതുപോലെ തന്നെ മാതാവ് രണ്ടാമതായിട്ട് ആദ്യത്തെ ഉടമ്പടിക്ക് ശേഷം ഒരു തെറ്റായ ബന്ധം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അതിൻ്റെ അങ്ങേയറ്റം വരെ ഞാനത് കൊണ്ടുപോയി സന്തോഷത്തോടെ പുലർത്തിയിരുന്നു. കൃപാസന ഉടമ്പടി എടുത്ത് കൃത്യം 30ാമത്തെ ദിവസം ആ ബന്ധം എന്നെ വേണ്ട എന്ന് പറഞ്ഞ് എന്നിൽ നിന്ന് അകന്നുപോയി. ഞാൻ ഒരുപാട് വിഷമിച്ചു. മാതാവേ, ഞാൻ നിന്നോട് എത്ര കരുണയോടെ ഞാൻ പ്രാർത്ഥിച്ചു, പക്ഷേ ഞാൻ എൻ്റെ ദുശീലങ്ങളെല്ലാം നിർത്തി. പക്ഷേ എന്നിട്ട് പോലും നീ എന്നെ കാണുന്നില്ലല്ലോ, നീ എന്നെ അറിയുന്നില്ലല്ലോ, എൻ്റെ ജീവിതം തന്നെ സന്തോഷം എടുത്തുകൊണ്ട് പോയില്ലേ. പക്ഷേ മാതാവ് ഒന്നും പറഞ്ഞില്ല, ഒരു സാക്ഷ്യവുമില്ല. പക്ഷേ ഈ 30 ദിവസം കഴിഞ്ഞ് അടുത്ത ഒരു മാസത്തിനുള്ളിൽ മാതാവ് എനിക്കൊരു ദർശനം തന്ന് സ്വപ്നത്തിൽ ചേരേണ്ടത് ചേരും, ചേരേണ്ടത് ഞാൻ ചേർക്കും, തെറ്റായ ബന്ധങ്ങളെ തകർക്കും, അതിനെ ഒരിക്കലും ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല. നീ നിൻ്റെ ജീവിതം ദൈവത്തിന്, എൻ്റെ മകന് ഫലമേൽപ്പിക്കുക, ദൈവത്തിന് ഫലമേൽപ്പിക്കുക, നീ ഉന്നതിയിലെത്തും. അവസാനം അങ്ങനെ 1 വർഷത്തോളം കാലം ഞാൻ അത് മാറ്റിവെച്ച് വീണ്ടും ജോലിക്കിറങ്ങി. ഒരുപാട് കളിപ്പേരുകൾ സംഭവിച്ചു. ജീവിതത്തിൽ ജോലി ലഭിക്കുന്നില്ല, ലഭിക്കുന്നിടത്തു നിന്നെല്ലാം പറഞ്ഞു വിടുന്നു. ഏറ്റവും അവസാനം മാതാവ് എനിക്ക് പ്രതീക്ഷിക്കാതെ നിപ്പോൺ ടൊയോട്ടയിൽ എൻ്റെ ഒരു കസിൻ വഴി, അവൻ്റെ റെക്കമെൻഡേഷൻ വഴി 10 പേര് പോയതിൽ ആദ്യത്തെ 5 പേർ റിജക്റ്റായി. വീണ്ടും 5 പേരിലുള്ള കാറ്റഗറിയിൽ എന്നെ കയറ്റിവിട്ടു. അതിൽ എൻ്റെ ഗ്രൂപ്പിലേക്ക് എടുത്തേക്കുന്ന കസ്റ്റമർ സർവീസിൽ ഒന്നാമതായിട്ട് കിട്ടിയത് എനിക്കായിരുന്നു. PF-ഉം എല്ലാ കാര്യങ്ങളും സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. ഏറ്റവും നല്ല കമ്പനിയായിരുന്നു, കളമശ്ശേരിയിലായിരുന്നു. പക്ഷേ ഞാൻ അവിടെ ചെന്ന് 1 മാസത്തിനുള്ളിൽ എൻ്റെ ജീവിതം തന്നെ ഞാൻ മറന്ന് പ്രാർത്ഥന വിട്ട്, പ്രേക്ഷിത പ്രവർത്തനം വിട്ട്, പ്രത്യക്ഷീകരണ പ്രാർത്ഥന, ബൈബിൾ വായന എല്ലാം ഞാൻ പതുക്കെ അങ്ങ് മാറ്റി. എൻ്റേതായ ഒരു ജീവിതത്തിൽ ഇനിയിപ്പോൾ പ്രാർത്ഥിച്ചാൽ പോരെ, മാതാവ് എനിക്ക് ജോലി തന്നു, അത് കഴിഞ്ഞിപ്പോൾ എനിക്ക് ഒരു കല്യാണം ആലോചനയൊക്കെ വരുന്നുണ്ട്, ഇനിയിപ്പോൾ എന്തിനാ, പ്രാർത്ഥിച്ചാൽ പോരെ, പള്ളിയിൽ പോകുന്നുണ്ട്, കുർബാന കൂടുന്നുണ്ട്, പിന്നെ എന്നാ കുഴപ്പം, അങ്ങനെ ഞാൻ ചിന്തിച്ചു. പക്ഷേ എൻ്റെ അമ്മയോട് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, നിൻ്റെ പോക്ക് ശരിയല്ല, നിനക്ക് ജീവിതം മാറ്റി ഏറ്റവും നല്ല ശമ്പളവും തന്ന് ഈ കേരളത്തിൽ തന്നെ ഒരു നല്ല ജോലി ചെയ്തത് തന്നതും നിൻ്റെ പരിശുദ്ധ അമ്മയാണ്, അമ്മയെ മറക്കരുത്, പ്രാർത്ഥന ചൊല്ലുക. പക്ഷെ ഞാൻ അത്ര സീരിയസ്നെസ് കൊടുക്കാതെ അത് വളരെ ധാർഷ്ട്യത്തോടെ ഞാനങ്ങ് കളഞ്ഞു. കൃത്യം 3 മാസമായപ്പോൾ പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞു. ഇനി താങ്കൾക്ക് നാളെ തൊട്ട് വരേണ്ട ആവശ്യമില്ല, താങ്കൾ നാളെ തൊട്ടില്ല എന്ന് റീസൺ ഒന്നും പറയാതെ അവരെന്നെ അവിടെ നിന്ന് ഒഴിവാക്കി. പിന്നെ ഞാൻ വേറെ ഒരു നെടുമ്പാശ്ശേരിയിലൊരു എയർപോർട്ട് ഹോട്ടലിൽ ജോലിക്ക് പോയി. പക്ഷേ അവിടെയും 21 ദിവസം ജോലി ചെയ്തു. പക്ഷേ ശമ്പളം പോലും കിട്ടാതെ അവിടെ നിന്നും എനിക്ക് പോകേണ്ടി വന്നു. എന്താണ് റീസൺ എന്ന് അവർ പറഞ്ഞില്ല. പിന്നീട് ഞാനിങ്ങനെ ചിന്തിച്ചു, ഇനി എന്ത് ചെയ്യും മാതാവേ, മുന്നോട്ട് ഇനി എങ്ങനെ ജീവിക്കും എനിക്കറിയില്ല. പക്ഷേ എൻ്റെ അമ്മയ്ക്കും എന്നെ സ്വീകരിച്ചു. വീണ്ടും എൻ്റെ അമ്മ ധൂർത്തപുത്രൻ പോയ പോലെ തിരിച്ചു വന്നപ്പോൾ 2 കൈ നീട്ടി സ്വീകരിച്ചു. ഒരുപാട് വിഷമിച്ചു. പക്ഷേ അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യം, നാളെ മുതൽ നീ വീണ്ടും നിർത്തിവെച്ച നിൻ്റെ ദേവാലയത്തിൽ പോക്ക് തുടങ്ങുക, പ്രേക്ഷിത പ്രവർത്തനം തുടങ്ങുക, ജീവിതത്തിൽ ആരോടും അസൂയയും വെറുപ്പും വേണ്ട. അങ്ങനെ ഞാൻ വീണ്ടും അത് ശീലിച്ചു. അസൂയയും വെറുപ്പും ഉണ്ടായിരുന്നു. എങ്കിലും എനിക്കൊരു ചിന്തയുണ്ട്, ദൈവമേ, മറ്റുള്ളവരിങ്ങനെ ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നു, അവർക്ക് ജോലിയുണ്ട്, അവർക്ക് ജീവിതമുണ്ട്, അവർക്ക് വീടുണ്ട്, അവർക്ക് വാഹനമുണ്ട്, നല്ല ജീവിത സാഹചര്യങ്ങളുണ്ട്, എനിക്കില്ല, എന്തുകൊണ്ടില്ല? ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ കൃത്യം 1 മാസം കഴിഞ്ഞ് മാതാവ് എനിക്ക് പ്രത്യക്ഷപ്പെട്ടു. നീയായിട്ട് ഇറങ്ങി ചെന്ന് എന്നെ മഹത്വപ്പെടുത്തി, എൻ്റെ സന്നിധിയിൽ വരുന്നതിന് മുമ്പ് നിനക്ക് ഞാൻ തരും, പക്ഷേ നീ നിർത്തിയ കാര്യങ്ങളെല്ലാം തുടങ്ങണം. അങ്ങനെ ഞാൻ പതുക്കെ പ്രേക്ഷിത പ്രവർത്തനം തുടങ്ങി, പള്ളിയിൽ പോകാൻ തുടങ്ങി, വികാരി അച്ഛനോട് പോയി ഇടപെട്ട് കാര്യങ്ങളെല്ലാം ചെയ്ത് ഒന്നേന്ന് പ്രാർത്ഥന വീണ്ടും ഞാൻ എൻ്റെ ഭവനത്തിൽ കൊണ്ടുപോയി. എഫാത്ത എന്ന് പറയുന്ന ബൈബിൾ
റീഡിങ്ങിൻ്റെ ഇതുണ്ടായിരുന്നു. അതിൽ ഞാൻ പങ്കുചേർന്ന് അതിൽ പങ്കാളിയായി. എഫാത്തയിൽ ഒരു ദിവസം 3 അധ്യായം വെച്ച് നമ്മൾ വായിക്കണം. അതിൽ കൂടുതൽ എത്ര വായിക്കാമോ അത് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. യാത്രകളിൽ പോകുമ്പോഴത് ശ്രമിച്ചു. ഏറ്റവും കൂടുതൽ പാട്ട് കേൾക്കുന്ന ആളായിരുന്നു ഞാൻ. നന്നായി പാടുമായിരുന്നു. പക്ഷേ ഞാൻ അങ്ങനെ ഹെഡ്സെറ്റിൻ്റെ ഉപയോഗം കുറച്ചു. ഇന്നലത്തോടെ എൻ്റെ ഇവിടെ വലിയൊരു അത്ഭുതം ഇന്നലെ സംഭവിച്ചു. ഞാനിവിടെ അടുത്തൊരു റൂമിലാണ് താമസിച്ചിരുന്നത്. ഞാനും അമ്മയും താമസിച്ചപ്പോൾ രാവിലെ ഇന്ന് നോക്കുമ്പോൾ എൻ്റെ ഫോണ് എത്ര ചാർജ് ചെയ്യാൻ നോക്കിയിട്ടും ചാർജ് കയറുന്നില്ല. അതിൽ നിന്നും പല ഫയൽസും ഞാനെടുത്ത് എൻ്റെ സ്വകാര്യതയിൽ സൂക്ഷിച്ചു വെച്ചിരുന്നത് പലതും ഡിലീറ്റ് ആയിട്ടുണ്ട്. പല മ്യൂസിക് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇപ്പം ആ ഒരു സെഷൻ ഇപ്പോൾ എംപ്റ്റി ആയിട്ടാണ് ഇരിക്കുന്നത്. എല്ലാം മാതാവിൻ്റെ ചിത്രങ്ങൾ, മാതാവിൻ്റെ ഇത് ഏതൊക്കെ ഞാൻ 2 വർഷത്തിന് മുമ്പ് നന്മയിലേക്ക് വന്നപ്പോൾ ഞാൻ എടുത്തു, അത് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അതുപോലെ പരിശുദ്ധ അമ്മ ഏറ്റവും വലിയൊരു, എനിക്ക് ഇനി ഞാൻ സന്തോഷത്തിൻ്റെ കാര്യം പറയാം. ഇത്രയും നല്ലൊരു ഇതിലേക്ക് എന്നെ കൊണ്ടുവന്ന് എൻ്റെ രീതികളെല്ലാം മാറ്റി ദൈവത്തിന് മുൻതൂക്കം കൊടുത്തതുകൊണ്ട് എനിക്കിന്ന് ചെന്നൈയിലേക്ക് തിങ്കളാഴ്ച ഞാൻ ചെന്നൈയിലേക്ക് ജോലിക്ക് പോവുകയാണ്. അവിടെ മാനേജ്മെൻറ്റ് സെക്ഷനിൽ ചെല്ലാനി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ലൊരു കമ്പനിയിൽ മാനേജ്മെൻറ്റ് സെക്ഷനിൽ എനിക്ക് സ്ഥിരം ജോലി കിട്ടിയിരിക്കുന്നു. എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചെൻ്റെ മാതാവ് തന്നു. അതുപോലെ നല്ലൊരു വ്യക്തിയായി ഇതിലേക്ക് ഞാൻ ഏറ്റവും കൂടുതൽ പരിശുദ്ധ അമ്മയ്ക്കും അതുപോലെ എന്നെ ഇത്രയും നാൾ സഹിച്ച് എനിക്ക് എല്ലാ ചിലവും തന്ന ഒരു മടിയും ഇല്ലാതെ എന്നെ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന, ഇന്ന് ഉള്ള വണ്ടിക്കൂലി പോലും കൊണ്ടുവന്ന എൻ്റെ അമ്മയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. സ്വർഗത്തിലിരിക്കുന്ന എൻ്റെ പപ്പ എത്രമാത്രം വേദനിച്ചിരുന്നു അത്രമാത്രം ഇന്ന് എന്നെ ഓർത്ത് സന്തോഷിക്കുന്നു. കാരണം എനിക്ക് സാക്ഷ്യം പറയാൻ ഒരു സ്റ്റേജിൽ നിൽക്കാൻ പോലും ധൈര്യമില്ല. പക്ഷേ ഇന്ന് ഇവിടെ സാക്ഷ്യം പറയാതെ എനിക്ക് പോകാൻ കഴിയില്ല എന്ന് ഉറച്ച തീരുമാനം മാത്രമേ എനിക്കുള്ളൂ. ഞാൻ അച്ഛനോട് സംസാരിക്കുമ്പോൾ പോലും എൻ്റെ പേടി എന്നെ മറക്കുന്നുണ്ടായിരുന്നു. അതിനുവേണ്ടിയായിരുന്നു അച്ഛൻ ധൈര്യമായിട്ട് പോകും, ഏറ്റവും നന്നായിട്ട് നീ സാക്ഷ്യം പറ. ഈ ഒരൊറ്റ വാക്കുകൾ മാത്രമേ ബഹുമാനപ്പെട്ട അച്ഛൻ എന്നോട് പറഞ്ഞിരുന്നുള്ളൂ. ഏത് കുപ്പത്തൊട്ടിയിലാണെങ്കിലും നമുക്കത് മാണിക്യമാക്കാം. അവനവൻ തീരുമാനിക്കണം. അവനവൻ്റെ ജീവിതത്തിൽ നമ്മൾ പരിശുദ്ധ അമ്മയ്ക്ക്, കൃപാസന അമ്മയ്ക്ക് 1ാം സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ അമ്മ ഉയർത്തും. അതിലൊരു തെറ്റുമില്ല. അതിൽ നമ്മൾ ഉറച്ച് വിശ്വസിക്കുക, ദൈവത്തിൽ മുൻതൂക്കം കൊടുക്കുക, എല്ലാ കാര്യങ്ങളും അനുസരിക്കുക, സഭയെ അനുസരിക്കുക, വൈദികന്മാരെ ഏറ്റവും പ്രധാനമായി അനുസരിക്കുക. വൈദികന്മാരെ ഒന്നാമതായി കുറ്റം പറഞ്ഞിരുന്ന ആളായിരുന്നു ഞാൻ. ഇന്ന് എൻ്റെ വൈദികനെ ഓർത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നു. എൻ്റെ വൈദിക സുഹൃത്തുക്കളെ, ഒരുപാട് വൈദിക സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അവരെല്ലാം പറഞ്ഞ ഒരൊറ്റ കാര്യം, കൃപാസന അമ്മയിൽ പോയി പ്രാർത്ഥിക്കുക. വേറെ ഒരു സ്ഥലം നിനക്ക് വേണ്ട. അവിടെ പ്രാർത്ഥിച്ചാൽ നിൻ്റെ ജീവിതത്തിൽ നീ മഹത്വം കാണും, നീ ഉന്നതിയിലെത്തും, നിൻ്റെ ജീവിതം തന്നെ മാറും. ഇപ്പോൾ എൻ്റെ മാതാവ് എന്നെ ഉയർത്തി, എനിക്ക് ജോലി തന്നു. കടങ്ങളിൽ കുറച്ച് ഇളവ് ഞങ്ങൾക്ക് പകുതിയോളം അടയ്ക്കാൻ കഴിഞ്ഞു. എങ്കിലും എനിക്ക് വിശ്വാസമുണ്ട്, പൂർണ്ണ വർഷത്തോടെ 1 വർഷത്തിനുള്ളിൽ എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മ എനിക്ക് നൽകും. എത്രയും വേഗം എന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ, ഇതിൽ നിന്ന് ഒരു കാരണവശാലും ഞാൻ പിന്നോട്ട് പോകില്ല. ഇതെനിക്ക് ഉറപ്പ് നൽകുന്നു. എല്ലാ തെറ്റുകൾക്കും ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടും സഹോദരങ്ങളോടും പ്രത്യേകിച്ച് എൻ്റെ അമ്മയോടും ഈ ലോകത്തിനോടും എന്നെ അറിയാവുന്ന എല്ലാവരോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു. പരിശുദ്ധ കൃപാസന അമ്മയ്ക്ക് നന്ദി. ആമേൻ. ആദ്യം തന്നെ അമ്മ മാതാവിന് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയാക്കി ഈ വേദിയിൽ എന്നെ നിർത്തിയതിന് അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി പറയുന്നു. ഞാൻ 19/11/2024 ആദ്യമായി ഉടമ്പടിയെടുത്തത്. എൻ്റെ പേര് ഷിനി ജോബി. ഞാൻ 3 മുറി ഇടവക തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ ഭർത്താവ് ജോബി, ഇതെൻ്റെ 2 മക്കൾ, ഇതെൻ്റെ അമ്മ. ആദ്യം തന്നെ ഞാനിപ്പോൾ 2ാമത്തെ ഉടമ്പടിയാണ് പുതുക്കിയിരിക്കുന്നത്. ആദ്യം തന്നെ എനിക്ക് ഏറ്റവും വലിയ അമ്മയുടെ ഒരു സാന്നിധ്യത്തിനെ കുറിച്ചുള്ള അനുഗ്രഹമാണ് പറയാനുള്ള സാക്ഷ്യം. ഞാൻ ഒരു യാത്രയിലായിരുന്നപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഞാൻ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി മാറ്റണമേ എന്ന് ഇടവിടാതെ ആ യാത്രയിൽ മുഴുവൻ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അന്ന് രാത്രിയിൽ ഞാൻ എൻ്റെ ഭവനത്തിൽ വന്ന് കിടന്നുറങ്ങാനായി കണ്ണുകൾ അടച്ച നിമിഷം, പക്ഷെ ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ കണ്ണുകൾ അടച്ച നിമിഷം തന്നെ ഒരു വലിയ പ്രകാശം തറച്ച് എൻ്റെ കണ്ണിലേക്ക് കടക്കുന്നതായിട്ട് എനിക്ക് തോന്നി. പക്ഷെ കണ്ണുകൾ എനിക്ക് തുറക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ആ നിമിഷം തന്നെ എൻ്റെ ശിരസ് മുതൽ പാദം വരെ എനിക്ക് ഒരു ഇലക്ട്രിക് വൈബ്രേഷൻ പാസ് ചെയ്യുന്നതായിട്ട് തോന്നി. എനിക്ക് കണ്ണുകൾ തുറക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ വളരെയധികം ഭയപ്പെട്ടിരുന്നു. പിന്നീട് ഞാൻ വളരെയധികം തളർന്നു പോയിരുന്നു. കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഞാൻ കണ്ണുകൾ തുറന്നു. അപ്പോഴെനിക്ക് മനസ്സിലായി അത് അമ്മ എന്നെ വന്ന്, ഞാൻ കുറേ സാക്ഷ്യങ്ങളിൽ കേട്ടിട്ടുണ്ട്, അമ്മ വന്ന് തൊടുമ്പോൾ അങ്ങനെ ഒരു ഇലക്ട്രിക് പാസ് ചെയ്യുമെന്ന് ജോസഫ് അച്ഛൻ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു യോഗ്യതയുമില്ലാതെ എനിക്ക് ഇങ്ങനെയൊരു വലിയ അനുഗ്രഹം ലഭിച്ചതിന് ഞാൻ വളരെയധികം കരഞ്ഞു അന്ന്.
ഇത് ഞാൻ ഉടമ്പടി എടുത്ത് 15ാമത്തെ ദിവസം എനിക്കുണ്ടായ വലിയൊരു അനുഭവമാണ്. ഇതിന് ശേഷം എനിക്കുണ്ടായ 2ാമത്തെ ഒരു അനുഭവമാണ്. ഞാൻ അമ്മയോട് അന്ന് പിറ്റേ ദിവസം ഞാൻ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയുടെ സമയത്ത് പറഞ്ഞു, അമ്മേ, എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട്, സാക്ഷ്യങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട്, അമ്മ പച്ച നിറത്തിൽ വന്ന് തൊട്ടു, നീല നിറത്തിൻ്റെ ഉള്ള ഒരു അങ്കിയാൽ വേഷത്തിൽ വന്ന് തൊട്ടു, അങ്ങനെയെല്ലാം പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഡെയിലി ബ്രെഡ് തുടങ്ങുന്ന ടൈമിൽ ഞാൻ എൻ്റെ പ്രാർത്ഥന സമയത്ത് ഞാൻ പറഞ്ഞു, മാതാവേ, എനിക്കൊരു യോഗ്യതയുമില്ല ഇത് ചോദിക്കാനായിട്ട്, പക്ഷേ ഇനി എപ്പോഴെങ്കിലും എനിക്കൊരു യോഗ്യതയുള്ള സമയത്ത് അമ്മ എനിക്ക് സാന്നിധ്യം തരുമ്പോൾ അന്ന് എനിക്ക് ഏത് നിറത്തിലാണ് അമ്മ എൻ്റെ അടുത്തേക്ക് വന്നതെന്ന് എനിക്ക് അറിയാനൊരു ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് ഡെയിലി ബ്രെഡ് സമയത്ത് അച്ഛൻ്റെ അനുഗ്രഹ പ്രാർത്ഥനയ്ക്ക് ഞാൻ കണ്ണുകൾ അടച്ചു നിന്നു. കണ്ണുകൾ തുറന്നതും ഞാൻ എൻ്റെ മെഴുകുതിരിയിലേക്കാണ് എൻ്റെ കണ്ണ് തുറന്നത്. അതിൽ മെഴുകുതിരിയിൽ എനിക്ക് നീല മെഴുകുതിരിയിൽ മാതാവിൻ്റെ രൂപം മുകളിലേക്ക് ഉയർന്നു വന്നു. ഇന്നും ആ മെഴുകുതിരി എൻ്റെ കയ്യിലുണ്ട്. അത് വെച്ച് ഞാൻ പ്രാർത്ഥിക്കാറുമുണ്ട്. എന്തും ഞാൻ അത് വെച്ച് പ്രാർത്ഥിക്കുന്നുവോ, പ്രത്യക്ഷീകരണ പ്രാർത്ഥിച്ച് ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും എനിക്കത് നടന്നു കിട്ടാറുണ്ട്. പിന്നെ എനിക്ക് 8 വർഷമായി കല്യാണം കഴിഞ്ഞ് ഞാൻ ഒരു മലയൊക്കെ ഉള്ള ഒരു ഭാഗത്തേക്ക് വന്ന് എനിക്ക് തണുപ്പ് തീരെ പറ്റുന്നില്ലായിരുന്നില്ല. കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് തുടങ്ങിയ അലർജി 8 വർഷമായി എന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് തണുപ്പ് കൂടുന്ന സമയത്ത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. ചുമച്ച് ഞാൻ രാത്രികളിൽ ഉറങ്ങാറില്ല. അതുപോലെ തന്നെ മൂക്കിൽ നിന്നാണെങ്കിലും വളരെയധികം നീരുവെള്ളം വരാറുണ്ടായിരുന്നു. വലിയ വലിയ കഷ്ണം തുണികളാണ് ഞാൻ അതിന് ഉപയോഗിച്ചിരുന്നത്. ഇത് ഞാൻ പല ആശുപത്രികളിലും കാണിച്ചു. വലിയ ഹൈ ഡോസ് മരുന്നുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. ആൻറ്റിബയോട്ടിക്കുകൾ കഴിച്ച് ഞാൻ വളരെയധികം ക്ഷീണിച്ച് പോയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ലാസ്റ്റ് അത്രയ്ക്ക് പറ്റാത്തൊരു സമയത്ത് സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ ഞാൻ കാണിച്ച് 1 മാസം മരുന്നെടുത്തിട്ടും എനിക്ക് കുറയാതെ ആയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇതൊരു ആസ്മ എന്നൊരു അവസ്ഥയിലേക്ക് കടന്നിട്ടുണ്ട്, നമുക്ക് ഇൻഹേലർ എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഭർത്താവിനോട് സംസാരിച്ചതിൽ പറഞ്ഞു, ഇൻഹേലറൊന്നും ഇത്ര ചെറുപ്പത്തിൽ ഉപയോഗിക്കേണ്ട, നമുക്ക് വേറെ വല്ല മാർഗം കാണാമെന്ന് പറഞ്ഞു. ആ ഒരു അവസരത്തിലാണ് ചേട്ടന് ജോലി വളരെയധികം കുറഞ്ഞതും. ചേട്ടൻ മാതാവിൻ്റെ വലിയൊരു ഭക്തനാണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു നമുക്ക് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടേക്ക് വരുന്നത്. അങ്ങനെ ഉടമ്പടി എടുത്ത് അന്നും ഞാൻ ആ പ്രദക്ഷിണത്തിൻ്റെ ടൈമിൽ ഞാൻ മൂക്ക് തുടച്ചിട്ടാണ് ഞാൻ ആ പ്രദക്ഷിണത്തിൽ നടന്നു വന്നത്. പിന്നീട് അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് എനിക്ക് എൻ്റെ അസുഖം പൂർണ്ണമായി മാറിയത്. 8 വർഷമായി എനിക്ക് ഉണ്ടായിരുന്ന ആ അലർജി എനിക്ക് വലിയൊരു രോഗസൗഖ്യമാണ്. എനിക്ക് ഇതുവരെയായിട്ടും അത് അനുഭവപ്പെട്ടിട്ടില്ല. പിന്നെ എനിക്ക് അടുത്ത സാക്ഷ്യമായി പറയാനുള്ളത്, എൻ്റെ ജീവിതത്തിൽ കുടുംബസമാധാനം വളരെ കുറവായിരുന്നു. എനിക്ക് വളരെ ദേഷ്യം കൂടുതലുള്ള വ്യക്തിയായിരുന്നു. ക്ഷമിക്കാൻ എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും ചേട്ടൻ പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ക്ഷമിക്കാൻ പറ്റാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. വളരെയധികം പ്രാർത്ഥിച്ചു. ഞാൻ പ്രധാന നിയോഗമായി തന്നെ ഞാൻ എൻ്റെ ഉടമ്പടിയിൽ വെച്ചിരുന്നു. അത് ഉടമ്പടി എടുത്ത് വീട്ടിൽ പോയതിന് തൊട്ട് എനിക്ക് നന്നായി ക്ഷമാശീലം കിട്ടുകയും ഞങ്ങളുടെ കുടുംബത്തിൽ വളരെയധികം അനുഗ്രഹങ്ങൾ കടന്നു വരും. ഞങ്ങൾക്ക് സമാധാനം ഉണ്ടാകുകയും 2 ആൾക്കും കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാനും പിന്നീട് ഒരിക്കലും ഞങ്ങൾക്ക് പിണക്കങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. വളരെയധികം കുടുംബസമാധാനം ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പിന്നെ ചേട്ടനെ ഇവിടേക്ക് വരാനും ഞാൻ നന്നായി പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ചേട്ടൻ ഇങ്ങോട്ട് വന്നുകയും ഉടമ്പടി എടുക്കാം, ഈ അടുത്ത ദിവസങ്ങൾ ഉടമ്പടി എടുക്കാമെന്നും പറഞ്ഞു. അതെല്ലാം വളരെ വലിയ അനുഗ്രഹമാണ് എനിക്ക് ലഭിച്ചത്. പിന്നെ ഈ മൂത്ത മോൻ ജനിച്ചപ്പോൾ തൊട്ട് എല്ലാ കൊല്ലവും 2-3 മാസം കൂടുന്തോറും ഞങ്ങൾ ജൂബിലി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാറുണ്ട്. കാരണം ജലദോഷം, പനി, 5 ദിവസം എപ്പോഴും ആശുപത്രിയിൽ കയറേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞ കൊല്ലം തന്നെ കുറേ ഈ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ക്ലാസ്സുകൾ കുറേ മുടക്കം വരുത്തേണ്ട വന്നിട്ടുണ്ട്. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എന്നും കാലത്ത് ഡെയിലി ബ്രെഡ് കഴിഞ്ഞതിന് ശേഷം വെള്ളം തിളപ്പിക്കുമ്പോൾ കുടിക്കാനുള്ള വെള്ളത്തിൽ വിശുദ്ധ ഉപ്പ് ഇടാറുണ്ട്. ഉപ്പിട്ട് എല്ലാവരും വെള്ളം കുടിക്കുമായിരുന്നു. ഇതുവരെ പിന്നെ ഞാൻ എൻ്റെ മക്കൾ ആശുപത്രിയിൽ കിടക്കേണ്ട ഒരവസ്ഥ ഉണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് ലൈസൻസ് കിട്ടിയിട്ട് 1.5 കൊല്ലത്തിന് മേലെയായി. ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ്, എനിക്ക് സ്കൂട്ടിയും
എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എനിക്ക് 3 തവണ എടുത്തിട്ടാണ് സ്കൂട്ടിക്ക് 2 വീലറിന് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയത് തന്നെ. എനിക്ക് അപകടങ്ങൾ കൂടി വരുന്നത് കാണുമ്പോൾ വണ്ടി എടുക്കാൻ വളരെ പേടിയായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം മാതാവിനോട് നന്നായി പ്രാർത്ഥിച്ച് ഒരു ദിവസം ഞാൻ വണ്ടി എടുക്കുകയും വിശുദ്ധ ഉപ്പ് ഞാൻ എൻ്റെ സീറ്റിൻ്റെ അവിടെ ഇടുകയും തൈലം പുരട്ടി വണ്ടി എടുക്കുകയും ചെയ്തു. പിന്നെ ഇപ്പോൾ എനിക്ക് എത്ര ദൂര സ്ഥലങ്ങളിലേക്കായും ഡ്രൈവ് ചെയ്ത് പോകാൻ ഒരു ഭയവുമില്ല. അതിനെൻ്റെ അമ്മ എന്നെ സഹായിച്ചു. പിന്നെ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിന് 1000 നന്ദി പറയുന്നു. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായി ചെയ്യുന്നത് അത്താണി മേഴ്സി ഹോമിൽ ഞായറാഴ്ചകളിൽ പറ്റുന്ന എല്ലാ ഞായറാഴ്ചകളിലും പോയി അവിടെയുള്ള രോഗികളെ കുളിപ്പിക്കുകയും അവർക്ക് ഭക്ഷണം വാരി കൊടുക്കുകയും പിന്നെ അവരെ ഡ്രസ്സ് മാറ്റിക്കുകയും അവിടെ ക്ലീൻ ചെയ്യുകയൊക്കെയാണ് ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. പിന്നെ പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ ആത്മീയ ജീവിതത്തിൽ വളരെയധികം വലിയ മാറ്റമാണ് വന്നിരിക്കുന്നത്. കല്യാണം കഴിയുന്നതിന് മുമ്പ് ഞാൻ എന്നും വിശുദ്ധ കുർബാനയിൽ മുടങ്ങാതെ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. കല്യാണത്തിന് ശേഷം ഞാൻ അങ്ങനെ വിശുദ്ധ കുർബാനയ്ക്ക് പോവാതെയും ഒക്കെയും ഇരുന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അങ്ങനെ ബൈബിൾ വായനയും എല്ലാത്തിലും ആത്മീയ ജീവിതത്തിൽ വളരെയധികം പിന്നോട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ആത്മീയമായി വളരെയധികം വളർന്നിട്ടുണ്ട്. എനിക്ക് ബൈബിൾ വായിക്കുക എന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. ബൈബിൾ വായിച്ച് അതൊരു കഥ പോലെ എൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയും ബൈബിളിലെ വചനങ്ങൾ പഠിച്ച് ആവശ്യ സമയങ്ങളിൽ ആ ബൈബിൾ വചനങ്ങൾ സന്ദർഭോചിതമായി ഭർത്താവിനോടായാലും മറ്റുള്ളവരോടായാലും എനിക്കിപ്പോൾ പറയാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ വിശുദ്ധ തൈലമായാലും ഉപ്പായാലും ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് നടന്നു കിട്ടാറുണ്ട്. പിന്നെ മാതാവ് എല്ലാ നന്മകൾക്കും എന്നും എനിക്ക് ഈ ഉടമ്പടിയിൽ മരണം വരെ ജീവിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറഞ്ഞ് ഞാൻ എൻ്റെ നിയോഗങ്ങൾ സമർപ്പിക്കുന്നു, സാക്ഷ്യങ്ങൾ സമർപ്പിക്കുന്നു.